ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? വിലയും ഗുണവും കുറഞ്ഞ പിണ്ണാക്കെണ്ണ സംസ്ഥാനത്ത് സജീവമാകുന്നു. സ്വർണ്ണവില 80,000 കടക്കുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ആരോഗ്യപരമായി ദോഷമുണ്ടാക്കുന്ന പിണ്ണാക്കെണ്ണ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. വെളിച്ചെണ്ണ വില 450 കടന്നതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് ഉയർന്നു. റിഫൈനറിയിൽ പിണ്ണാക്കിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന വെളിച്ചെണ്ണ സാധാരണ കൊപ്ര വെളിച്ചെണ്ണയ്ക്കൊപ്പം കലർത്തിയുള്ള വിൽപ്പനയാണ് വ്യാപകം. ജനുവരി ആദ്യം 200 രൂപയിൽ താഴെയായിരുന്ന വെളിച്ചെണ്ണ വില ഇന്ന് 450 കടന്നിരിക്കുകയാണ്. വില കുതിക്കുന്നതോടൊപ്പം തന്നെ മായം കലർന്ന വെളിച്ചെണ്ണയുടെ വിൽപ്പന സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ്. കൊപ്രയിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 480 രൂപയാണ് വില. എന്നാൽ റിഫൈനറിയിൽ നിന്ന് ശുദ്ധീകരിച്ചെത്തിക്കുന്ന വെളിച്ചെണ്ണ 380 രൂപയ്ക്ക് എത്തിക്കുകയാണ്. പിണ്ണാക്ക്, ചതച്ച കൊപ്ര എന്നിവ കാലിത്തീറ്റയ്ക്കായി ഇറക്കുമതി ചെയ്ത് വൻകിട റിഫൈനറികളിൽ എത്തിച്ചാണ് റിഫൈൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ചൂടാക്കിയെടുക്കുന്നതിനാൽ ജലാംശമോ കനപ്പോ ഉണ്ടാകില്ല. പൂപ്പലും കനപ്പും ബാധിച്ച പിണ്ണാക്കിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വെളിച്ചെണ്ണ മാത്രമല്ല, സൂര്യകാന്തി, പാം ഓയിലുകളിലും പിണ്ണാക്കിറക്കുമതിയിലൂടെ എത്തിച്ച് റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് ഭക്ഷ്യാവശ്യത്തിനായുള്ള എണ്ണയിൽ കലർത്തി വിൽക്കുകയാണ്. ഒരു ടാങ്ക് കൊപ്ര വെളിച്ചെണ്ണയിൽ നിന്ന് 3 ടാങ്ക് റിഫൈനറി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വ്യാജ വെളിച്ചെണ്ണ എന്തായാലും ഹാനികരമായിരിക്കുമല്ലോ. കൂടുതലും ഈ സോൾവെന്റ് എക്സ്ട്രാക്റ്റഡ് വെളിച്ചെണ്ണ, പിന്നെ മോശം കൊപ്ര ആട്ടിയിട്ട് അത് റിഫൈൻ ചെയ്ത് വരുന്നതൊക്കെ ആയിരിക്കും മോശം വ്യാജം വരുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ചേർക്കണതെന്ന് അറിയില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്ക് ഇവിടെ ഒരു 75% വെളിച്ചെണ്ണ മാർക്കറ്റിനും തമിഴൻ്റെ കയ്യിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണയാണ് കൈയടക്കിയിട്ടുള്ളത്. പാക്കറ്റായിട്ടും അതും ഇതൊക്കെ ആയിട്ട് അത് എല്ലാം വരുന്നത് ടെസ്റ്റ് കണ്ടീഷനിലാണ്. ടെസ്റ്റ് പാസ്സാവുന്ന കണ്ടീഷനിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ പിടിക്കാൻ പറ്റും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. വ്യവസായ ആവശ്യത്തിനായാണ് റിഫൈനറികളിൽ നിന്ന് ശുദ്ധീകരിച്ച വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നു. വൻകിട സ്ഥാപനങ്ങൾക്ക് കയറ്റുമതിക്ക് തുല്യമായ അളവിൽ ഇറക്കുമതിക്ക് അനുവാദമുണ്ട്. ഈ സൗകര്യം ഉപയോഗിച്ചാണ് പിണ്ണാക്കിറക്കുമതി നടത്തുന്നത്. കൊപ്ര വെളിച്ചെണ്ണയിൽ റിഫൈനറി വെളിച്ചെണ്ണ ചേർത്താൽ സാധാരണ ഗുണനിലവാര പരിശോധനയിൽ കണ്ടെത്താനാകില്ല. സ്വർണത്തിന്റെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഹാൾമാർക്ക് പരിശോധനയോടെ മാത്രമേ റിഫൈനറി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാകും. അതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയിൽ പരാജയപ്പെടുന്നു. തേങ്ങാവിലയ്ക്കൊപ്പം വെളിച്ചെണ്ണ വിലയും കുതിച്ചുയർന്നതോടെ വിപണിയിലെത്തുന്നതിൽ നല്ലൊരു പങ്കും വ്യാജ വെളിച്ചെണ്ണയാണ്. ഇത്തരത്തിലുള്ള വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണ്ണവില ഡിസംബറോടെ പവന് 80,000 കടക്കുമെന്ന് പ്രവചനം. കേരളത്തിൽ സ്വർണ്ണവില നിർണയത്തിൽ ആശയക്കുഴപ്പം. കാരണമായത് വ്യാപാരി അസോസിയേഷനുകൾക്കിടയിലെ ഭിന്നത. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും സ്വർണ്ണവില നിർണയത്തിൽ ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. സ്വർണത്തിന് പല വില നിശ്ചയിക്കുന്നത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആശയക്കുഴപ്പമാകുന്നുണ്ട്. വില നിർണയത്തിൽ അസോസിയേഷനുകൾക്കിടയിലെ ഭിന്നതയാണ് വ്യത്യസ്ത വിലയ്ക്ക് കാരണം. രാജ്യാന്തര സ്വർണ്ണവില, മുംബൈ വിപണിയിലെ സ്വർണ്ണവില, ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ആ സ്വർണ്ണ വ്യാപാരികൾക്ക് നൽകുമ്പോൾ ഈടാക്കുന്ന നിരക്ക് അഥവാ ബാങ്ക് റേറ്റ്, ഡോളർ, രൂപ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ഓരോ ദിവസവും രാവിലെ അസോസിയേഷനുകൾ സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്. ഇതിനിടെ സ്വർണ്ണാഭരണ പ്രിയരെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ. വരുന്ന ഡിസംബറോടെ രാജ്യാന്തര വില $3,839 വരെ എത്താമെന്നാണ് പ്രവചനം. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, യുഎസിന്റെ ഏകപക്ഷീയമായ വ്യാപാര തീരുവ നയം, അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള പ്രമുഖ രാജ്യങ്ങളുടെ നീക്കം എന്നിവ സ്വർണ്ണവിലയെ ബാധിക്കും. സ്വർണത്തിൽ നൽകുന്ന സുരക്ഷിത നിക്ഷേപം എന്ന പെരുമയാണ് വിലയെ മുന്നോട്ട് നയിക്കുക. നിലവിൽ ഔൺസിന് 3,350 നിലവാരത്തിലുള്ള രാജ്യാന്തര വില $3,500 ഭേദിച്ചാൽ ആ കുതിപ്പ് 3,800 മുകളിലേക്ക്
നീണ്ടേക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കറൻസി, കടപ്പത്രം, ഓഹരി വിപണികൾ നേരിടുന്ന ചാഞ്ചാട്ടം, സ്വർണത്തിന് നിക്ഷേപമെന്ന നിലയിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്നിവയെ വില കൂടാനുള്ള വഴി തുറക്കും. രാജ്യാന്തര വില ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിലെ വില ഗ്രാമിന് 2 മുതൽ 2.5 രൂപ വരെ കൂടുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഡിസംബറോടെ പവൻ വില 80,000 രൂപ കടന്നേക്കും. പണിക്കൂലിയും നികുതിയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോൾ വാങ്ങൽ വില 90,000 മുതൽ 1 ലക്ഷം രൂപയും കടക്കും. രൂപയുടെ വിനിമയ നിരക്കിന്റെ ദിശയും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. രൂപ മെച്ചപ്പെടുന്നത് സ്വർണ്ണവില വർധനയുടെ ആക്കം കുറയ്ക്കും. സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് കുറയുമെന്നതാണ് കാരണം. രാജ്യസംഘർഷങ്ങൾ, US തുടക്കമിട്ട വ്യാപാര യുദ്ധം എന്നിവയ്ക്ക് അയവ് വരികയും ഓഹരി, കറൻസി, കടപ്പത്ര വിപണികൾ സ്ഥിരത പുലർത്തുകയും ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുകയും ചെയ്താൽ സ്വർണ്ണവിലയുടെ കുതിപ്പിന്റെ വേഗം കുറയും. എങ്കിലും ഡിസംബറോടെ രാജ്യാന്തര വില $3,500 കടന്നേക്കുമെന്ന വിലയിരുത്തലുകൾക്ക് മുൻതൂക്കമുണ്ട്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. പ്രതീക്ഷയോടെ കേരളം. റബ്ബർ വില വീണ്ടും ഉയരുന്നു. വെളിച്ചെണ്ണ വിലയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടതോടെ ഊഹക്കച്ചവടക്കാർ പിൻവലിയുന്നു. ഏലം വിളവെടുപ്പ് ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ ലേല കേന്ദ്രങ്ങളിൽ വരവ് ശക്തമല്ല. ഉത്തരേന്ത്യയിൽ മഴ, വാങ്ങലുകാർ കുരുമുളക് സംഭരണം കുറച്ചു. അന്താരാഷ്ട്ര വിപണിക്കൊപ്പം ഇന്ത്യയിലും റബ്ബർ വില ഉയരുന്നു. വൻ പ്രതീക്ഷയോടെയാണ് കാർഷിക കേരളം വിപണിയിലെ ചലനങ്ങളെ ഉറ്റുനോക്കുന്നത്. അതേസമയം കനത്ത മഴ മൂലം മുൻനിര ഉൽപാദന രാജ്യങ്ങളിൽ റബ്ബർ ടാപ്പിംഗിൽ നിന്നും കർഷകർ പൂർണ്ണമായി പിൻവലിഞ്ഞത് ഷീറ്റ് ക്ഷാമത്തിന് ഇടയാക്കി. തായ്ലൻഡിലും വിയറ്റ്നാമിലും ഉൽപാദനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ഇതുമൂലം കയറ്റുമതിക്കാർ ചരക്കിനായി വിപണിയിലിറങ്ങിയത് ബാങ്കോക്കിൽ വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. ഒരവസരത്തിൽ കിലോ 190 രൂപ വരെ താഴ്ന്ന റബ്ബർ വാരാവസാനം 190ലേക്ക് കയറി. വില 200 രൂപയും കടന്ന് മുന്നേറുമെന്നാണ് വിവരം. കേരളത്തിലും മഴ ശക്തമായതിനാൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉൽപാദകർ. അതേസമയം വിപണി വില ഉയരുകയാണെങ്കിലും വിൽപ്പനയ്ക്ക് ഇറക്കാൻ ഷീറ്റും ലാറ്റക്സും കർഷകരുടെ പക്കലില്ല. കർക്കിടകം ആദ്യ പകുതി കഴിയുന്നതോടെ കാലാവസ്ഥയിൽ മാറ്റം പ്രതീക്ഷിക്കാം. ആകാശം തെളിഞ്ഞാൽ റബ്ബർ വെട്ടിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഓണവിൽപ്പന മുന്നിൽ കണ്ട് വെളിച്ചെണ്ണയുടെ ബമ്പർ വിൽപ്പനയ്ക്ക് ഒരുങ്ങുകയാണ് സപ്ലൈകോ. നാളിതുവരെ കേരളത്തിലെ മില്ലുകാർ ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണ മാത്രം ശേഖരിച്ച് വിൽപ്പന നടത്തിയ സപ്ലൈകോ ഇനി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എണ്ണയും ശേഖരിക്കും. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് ഈ തന്ത്രം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കാൻ മികച്ച ലാബുകൾ സംസ്ഥാനത്തില്ല. കൊപ്ര അതിവേഗം സംസ്കരിക്കാൻ സൾഫർ ലായനി പ്രയോഗം അയൽ സംസ്ഥാനങ്ങളിൽ വ്യാപകമാണ്. ഇത്തരം എണ്ണ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. സർവകാല റെക്കോർഡിലേക്കും വെളിച്ചെണ്ണ ചുവടുവെച്ചതിനിടയിൽ ഫാറ്റി ആസിഡ് കലർത്തിയും എണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കുന്നുണ്ട്. വാരാവസാനം കൊച്ചിയിൽ വെളിച്ചെണ്ണ 38,500 രൂപയിലും കൊപ്ര 25,400 രൂപയിലുമാണ്. ഏലത്തോട്ടങ്ങളിൽ ആദ്യ റൗണ്ട് വിളവെടുപ്പ് പല ഭാഗങ്ങളിലും പൂർത്തിയായി. ഗ്വാട്ടിമലയിൽ ഏലം ഉൽപാദനത്തിൽ ചെറിയ കുറവ് സംഭവിച്ചതായുള്ള സൂചനകൾ ഇവിടെ ഉൽപ്പന്ന വില ഉയർന്ന തലത്തിൽ തുടരാൻ അവസരം ഒരുക്കുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം. ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,500 രൂപയ്ക്ക് മുകളിലും മികച്ച ഇനങ്ങൾ 3,000 രൂപയിലുമാണ്. ആഭ്യന്തര വിദേശ ഡിമാൻഡ് ഏലത്തിന് ആകർഷകമായ വിലയ്ക്ക് അവസരമൊരുക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായതിനാൽ കുരുമുളകിന് ആവശ്യക്കാർ കുറഞ്ഞു. ശേഖരിക്കുന്ന മുളക് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ ചരക്ക് സംഭരണം കുറച്ചത്. അന്തർ സംസ്ഥാന വ്യാപാരികൾ അവസരം നേട്ടമാക്കാൻ കുരുമുളക് വില ചെറിയ തോതിൽ ഇടിച്ചെങ്കിലും വിപണിയിലെ തളർച്ച കണ്ട് കർഷകർ വിൽപ്പന നിയന്ത്രിച്ചു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 66,500 രൂപ. ബ്രസീലിയൻ കാപ്പി കർഷകർ ആശങ്കയിലാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് അടുത്ത മാസം മുതൽ 50% നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തലാണ് കാരണം. പ്രതികൂല വാർത്തകൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കാപ്പി വിലയെ പിടിച്ചുലച്ചു. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ്. അതുകൊണ്ടുതന്നെ അവിടെ വില ഇടിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം മറ്റു വിപണികളിലും അനുഭവപ്പെടും. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഇന്ത്യൻ കാർ വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി വിയറ്റ്നാമീസ് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ്. വരുന്നത് 2 ഇലക്ട്രിക് SUV-കൾ.
2025 ഓഗസ്റ്റിൽ ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി വിൻഫാസ്റ്റ് ഓട്ടോ ഇന്ത്യ വരാനിരിക്കുന്ന VF6, VF7 ഇലക്ട്രിക് SUVകൾക്കുള്ള പ്രീ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രാൻഡിന്റെ ഇന്ത്യൻ മോഡൽ നിരയിൽ നിലവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന VF6ഉം VF7ഉം ഈ വർഷം ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 2 മോഡലുകളും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കമ്പനിയുടെ വരാനിരിക്കുന്ന പ്ലാന്റിൽ പ്രാദേശികമായി അസംബിൾ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. എർത്ത്, വിൻഡ് എന്നിങ്ങനെ 2 വേരിയന്റുകളിൽ VF6 ലഭ്യമാകും. അതേസമയം VF7 എർത്ത്, വിൻഡ്, സ്കൈ വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യും. ഇരു മോഡലുകളും EVകളാണ്. ഇവയിൽ VF6 എന്ന മോഡൽ വിപണിയിൽ ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിനോട് മത്സരിക്കും. ഇന്ത്യയിലേക്കുള്ള രംഗപ്രവേശനത്തെ പിന്തുണയ്ക്കുന്നതിനായി 2025 അവസാനത്തോടെ 27 നഗരങ്ങളിലായി 32 ഡീലർഷിപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വിൻഫാസ്റ്റ് 13 ഡീലർ ഗ്രൂപ്പുകളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ലാവ അഗ്നി 4 ഇന്ത്യൻ വിപണിയിലെത്തുന്നു. 25,000 രൂപയായിരിക്കും വിലയെന്ന് റിപ്പോർട്ട്. ലാവ അഗ്നി 4ൽ 8GB റാമും 128GB ഓൺബോർഡ് സ്റ്റോറേജുമുള്ള അടിസ്ഥാന വേരിയന്റിന് 20,999 രൂപ വിലയിലാണ് കഴിഞ്ഞ വർഷം അഗ്നി 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ചാർജറുള്ള അതേ സ്റ്റോറേജ് വേരിയന്റേഷന് 22,999 രൂപയായിരുന്നു വില. ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ക്യാമറ, ഐലൻഡിനുള്ളിൽ തിരശ്ചീനമായി വിന്യസിച്ചിരിക്കുന്ന ഡ്യുവൽ റിയർ ക്യാമറയുമുണ്ട്. 2 ലെൻസുകൾക്കിടയിൽ ഒരു LED ഫ്ലാഷുമുണ്ട്. അഗ്നി 3 സ്മാർട്ട് ഫോണിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്ന മിനി അമോലെഡ് സ്ക്രീൻ പുതിയ ഫോണിൽ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ലാവ അഗ്നി 4ന്റെ പ്രധാന സ്പെസിഫിക്കേഷനുകളും പുറത്തുവന്നിട്ടുണ്ട്. 120 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള 6.78 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഫോണിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അഗ്നി 4 ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് ലാവ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വിനോദവാരം. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന മാരിസൺ എത്തുന്നു. ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ സ്വീകരണം. മാമന്നൻ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരിസൺ. റോഡ് മൂവിയായ മാരിസണിൽ വ്യത്യസ്തമായ ഗ്രാമീണ ത്രില്ലർ പശ്ചാത്തലത്തിലൂടെ ഇരുവരുടെയും കോമ്പിനേഷൻ വീണ്ടും കാണാനാവുന്ന സന്തോഷത്തിലാണ് പ്രേക്ഷകർ. ചിത്രം സംവിധാനം ചെയ്യുന്നത് സുധീർ ശങ്കറാണ്. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരിയാണ് ചിത്രം നിർമ്മിച്ചത്. മാരിസൺ ജൂലൈ 25-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നു. ചിത്രത്തിന്റെ കഥാ, തിരക്കഥാ സംഭാഷണം V. കൃഷ്ണമൂർത്തിയുടേതാണ്. ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും അദ്ദേഹം തന്നെയാണ്. കോവൈ സരള, വിവേക് പ്രസന്ന, സിതാര, ഹരിത, കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. കേരള
ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത്. നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആഗോള കേരള നിക്ഷേപക സംഗമം ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.